ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 1 ശമൂവേൽ 13-14 അധ്യായങ്ങളാണ്. ഈ 2 അധ്യായങ്ങൾ നമ്മെ ഇസ്രായേലിൻ്റെ രാജത്വത്തിൻ്റെ ആദ്യകാല യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. ഫെലിസ്ത്യർ അതിശക്തരായിരിക്കുന്നു. ഇസ്രായേൽ ഇതുവരെ കാണാത്ത വിധം ദുർബലമായ അവസ്ഥയിലുമാണ്. പുതുതായി രാജാവായി നിയമിക്കപ്പെട്ട ശൗൽ തൻ്റെ ആദ്യത്തെ വലിയ ആത്മീയ പരീക്ഷണത്തെ നേരിടുകയാണ്. ഈ അധ്യായങ്ങൾ വെറും സൈനിക പോരാട്ടത്തെക്കുറിച്ചല്ല, വിശ്വാസവും ഭയവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ്. അനുസരണവും അക്ഷമയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ്. മാനുഷിക ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെക്കുറിച്ചാണ്. 13-ാം അധ്യായം ശത്രുക്കളുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ജനതയുടെ ചരിത്രത്തോടെയാണ് ആരംഭിക്കുന്നത്. ഫെലിസ്ത്യരുടെ സൈന്യം എണ്ണത്തിലും ശക്തിയിലും അതിവിപുലമാണ്. ഇസ്രായേലിന് ആയുധങ്ങൾ വളരെ കുറവാണ്. അനേകം സൈനികർ ഗുഹകളിലും പാറകളുടെ ഇടയിലും കുഴികളിലും ഒളിച്ചിരിക്കുന്നു. ഭയം അവരുടെ ധൈര്യത്തെ വിഴുങ്ങിക്കളഞ്ഞ ഒരു ജനതയുടെ ദയനീയമായ അവസ്ഥയാണത്. യുദ്ധം ആരംഭിക്കുന്നതിനും യാഗം അർപ്പിക്കുന്നതിനും മുൻപ് 7 ദിവസം കാത്തിരിക്കണമെന്ന് ശമൂവേൽ ശൗലിനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ശൗൽ ഗിൽഗാലിൽ കാത്തിരിക്കുന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ തൻ്റെ സൈന്യം ചിതറിപ്പോകുന്നതായി ശൗൽ കാണുന്നു. സമ്മർദ്ദം വർദ്ധിക്കുന്നു. ഭയം അവൻ്റെ വിവേകത്തെ മൂടുന്നു. കർത്താവിനെ ആശ്രയിച്ച് കാത്തിരിക്കുന്നതിന് പകരം അവൻ കാര്യങ്ങൾ സ്വന്തം കൈകളിൽ എടുക്കുന്നു. ദൈവം നിയമിച്ച പുരോഹിതന് മാത്രം അവകാശപ്പെട്ടിരുന്ന ദഹനയാഗം അവൻ തന്നെയാണ് അർപ്പിക്കുന്നത്. വിരോധാഭാസം എന്നോണം ശൗൽ യാഗം അർപ്പിച്ച് തീർന്ന ഉടനെ ശമൂവേൽ എത്തിച്ചേരുന്നു. ശമൂവേലിൻ്റെ ചോദ്യം രാജാവിൻ്റെ മനസാക്ഷിയെ തുളച്ചു കയറുന്നു. നീ എന്താണ് ചെയ്തത്? ശൗലിൻ്റെ മറുപടി അവൻ്റെ ഹൃദയാവസ്ഥ വെളിപ്പെടുത്തുന്നതാണ്. ജനങ്ങൾ ചിതറിപ്പോയതിനെ അവൻ കുറ്റപ്പെടുത്തുന്നു. വൈകിയെത്തിയ ശമൂവേലിനെ കുറ്റപ്പെടുത്തുന്നു. യുദ്ധത്തിനായി കൂടിച്ചേർന്ന ഫിലിസ്ത്യരെയും കുറ്റപ്പെടുത്തുന്നു. അവന് നിരവധി ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ഒരു ഏറ്റുപറച്ചിലും ഇല്ല. തൻ്റെ അവിശ്വാസം സമ്മതിക്കുന്നതിന് പകരം തൻ്റെ അനുസരണക്കേടിനെ ന്യായീകരിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ശമൂവേൽ ദൈവത്തിൻ്റെ വിധി അറിയിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന പാലിക്കാതിരുന്നതിനാൽ ശൗലിൻ്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. ദൈവം ഇതിനകം തന്നെ തൻ്റെ ഹൃദയത്തിനനുസരിച്ചുള്ള ഒരു മനുഷ്യനെ അന്വേഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവം നമ്മെ ഒരു ശാശ്വതമായ ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. വലിയ വീഴ്ചകൾ പലപ്പോഴും ചെറിയ അക്ഷമയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശൗലിൻ്റെ പാപം യാഗം അർപ്പിച്ചത് മാത്രമായിരുന്നില്ല, ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കാൻ അവൻ വിസമ്മതിച്ചതാണ് അതിലും ആഴമുള്ള പാപം. ക്ഷമയോടെയുള്ള അനുസരണത്തേക്കാൾ ഉടനടി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നവൻ കരുതി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ എത്രയോ തവണ വരാറുണ്ട്. ദൈവത്തിൻ്റെ വഴി അറിയാൻ നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവിടുത്തെ മറുപടി വൈകുന്നത് പോലെ തോന്നുമ്പോൾ സാഹചര്യങ്ങളെ നാം തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ സമയപരിധികൾ ദൈവത്തിൻ്റെ സമയത്തേക്കാൾ അടിയന്തരമാണെന്ന് നാം കരുതുന്നു. എന്നാൽ തിരുവെഴുത്ത് ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് കർത്താവിനെ കാത്തിരിക്കുക ഒരിക്കലും വെറുതെ ആകുന്നില്ല എന്നതാണ്. പലപ്പോഴും വിശ്വാസം പ്രകടമാകുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങളിലല്ല, മറിച്ച് ദൈവത്തെ കാത്തിരിക്കാൻ തയ്യാറാകുന്നതിലാണ്. അധ്യായത്തിൻ്റെ അവസാനം ഇസ്രായേൽ അതീവ ദയനീയമായ അവസ്ഥയിലാണ്. ഇസ്രായേലിൽ കൊല്ലന്മാരെ ഫെലിസ്ത്യർ ഇല്ലാതാക്കിയിരുന്നു. ഇസ്രായേലുകാർ ആയുധങ്ങൾ നിർമ്മിക്കാതിരിക്കാനായിരുന്നു അത്. ശൗലിനും യോനാഥാനും മാത്രമാണ് വാളുകൾ ഉണ്ടായിരുന്നത്. മനുഷ്യനോട്ടത്തിൽ ഇസ്രായേലിന് വിജയസാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ഒരിക്കലും മനുഷ്യശക്തിയെ ആശ്രയിച്ചായിരുന്നിട്ടില്ല. 14-ാം അധ്യായത്തിൽ ശ്രദ്ധ ശൗലിൽ നിന്ന് യോനാഥാനിലേക്കാണ് മാറുന്നത്. ശൗൽ ഭയത്തോടുകൂടിയ അവിശ്വാസത്തിൻ്റെ പ്രതിനിധിയാണെങ്കിൽ യോനാഥാൻ ധീരമായ വിശ്വാസത്തിൻ്റെ മനോഹരമായ മാതൃകയായി മാറുന്നു. പിതാവിനോട് പറയാതെ യോനാഥാനും അവൻ്റെ ആയുധവാഹകനും രഹസ്യമായി ഫെലിസ്ത്യരുടെ ഒരു കാവൽപ്പടയിലേക്ക് പോകുന്നു. അവിടെ യോനാഥാൻ പഴയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനകളിലൊന്ന് നടത്തുന്നു. അനേകരെ കൊണ്ടായാലും ചുരുക്കം പേരെ കൊണ്ടായാലും രക്ഷിപ്പാൻ യഹോവയ്ക്കൊരു തടസ്സവുമില്ല. ഈ വാക്കുകൾ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്ന ഒരു ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ ശക്തരായതുകൊണ്ടല്ല യോനാഥാൻ വിജയത്തെ പ്രതീക്ഷിച്ചത്. ദൈവം ശക്തനാണ് എന്ന വിശ്വാസമാണ് അവൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം. അവനൊരു അടയാളം നിർദ്ദേശിക്കുന്നു. ഫെലിസ്ത്യർ തങ്ങളെ മുകളിലേക്ക് വിളിച്ചാൽ അതിനെ ആക്രമിക്കാനുള്ള ദൈവത്തിൻ്റെ സൂചനയായി സ്വീകരിക്കാമെന്ന് അവൻ പറയുന്നു. ഫെലിസ്ത്യർ അവരെ പരിഹസിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി വരാൻ പറയുന്നു. യോനാഥാൻ കൈകാലുകൾ ഉപയോഗിച്ച് കുത്തനെയുള്ള പാറ കയറുന്നു. അവൻ്റെ ആയുധവാഹകൻ വിശ്വസ്തയോടെ അവനെ പിന്തുടരുന്നു. അവർ ചേർന്ന് ഏകദേശം 20 പേരെ വധിക്കുന്നു. അപ്പോൾ ദൈവം ഫെലിസ്ത്യരുടെ പാളയത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഭൂമി കുലുങ്ങുന്നു. ഭയം എല്ലായിടത്തും പടരുന്നു.
ശക്തരായിരുന്ന ആ സൈന്യം പരസ്പരം നശിപ്പിക്കാൻ തുടങ്ങുന്നു. അല്പസമയത്തിനകം ഇസ്രായേലും യുദ്ധത്തിൽ ചേരുന്നു. അസാധ്യമെന്ന് തോന്നിയത് മഹത്തായ വിജയമായി മാറുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം നാം കാണുന്നു. 13-ാമത്തെ അധ്യായത്തിൽ ശൗൽ പുറമേ കാത്തിരുന്നെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ 14-ാം അധ്യായത്തിൽ യോനാഥാൻ ധൈര്യത്തോടെ പ്രവർത്തിച്ചത് അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നതിനാലാണ്. യഥാർത്ഥ വിശ്വാസം അശ്രദ്ധമായ ധൈര്യമല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള ആത്മവിശ്വാസപൂർണമായ ആശ്രയമാണ്. നിർഭാഗ്യവശാൽ ശൗൽ വീണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നതുവരെ ആരും ഭക്ഷണം കഴിക്കരുതെന്ന് അവൻ സൈന്യത്തോട് ശപഥം ചെയ്യിക്കുന്നു. ക്ഷീണിച്ച സൈന്യത്തെ ശക്തിപ്പെടുത്തേണ്ടതിന് പകരം അനാവശ്യമായ നിയമഭാരമാണ് അവൻ അവരുടെ മേൽ ചുമത്തിയത്. ആ ശപഥത്തെക്കുറിച്ച് അറിയാതിരുന്ന യോനാഥാൻ കാട്ടിൽ കണ്ട അല്പം തേൻ കഴിക്കുന്നു. ഉടൻ തന്നെ അവൻ്റെ ശക്തി വീണ്ടെടുക്കപ്പെടുന്നു. പിന്നീട് പിതാവിൻ്റെ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സൈന്യത്തിന് ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ അതിലും വലിയ വിജയം നേടാനാകുമായിരുന്നുവെന്ന് അവൻ വിവേകപൂർവ്വം പറയുന്നു. അമിതമായ വിശപ്പും ക്ഷീണവും കാരണം ജനങ്ങൾ പിന്നീട് രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നു. ശൗലിൻ്റെ വിവേകമില്ലാത്ത നേതൃത്വം ജനങ്ങളെ അനാവശ്യമായ ആത്മീയ വീഴ്ചയിലേക്ക് നയിക്കുന്നു. പിന്നീട് അറിയാതെ ശപഥം ലംഘിച്ചതിൻ്റെ പേരിൽ യോനാഥാനെ കൊല്ലാൻ ശൗൽ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ഇടപെട്ട് അവനെ രക്ഷിക്കുന്നു. ദൈവം യോനാഥാനിലൂടെ പ്രവർത്തിച്ചുവെന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ 2 അധ്യായങ്ങളും 2 തരത്തിലുള്ള നേതൃത്വത്തെ ആവർത്തിച്ച് താരതമ്യം ചെയ്യുന്നു. ശൗൽ ക്രമേണ ഭയത്താലും അഹങ്കാരത്താലും ആവേശപരമായ തീരുമാനങ്ങളാലും ജനങ്ങളുടെ മുമ്പിൽ നല്ല പ്രതിച്ഛായ നിലനിർത്താനുള്ള ആഗ്രഹത്താലും നയിക്കപ്പെടുന്നു. എന്നാൽ യോനാഥാൻ വിശ്വാസത്താലും താഴ്മയാലും ധൈര്യത്താലും ദൈവത്തെ ആശ്രയിച്ചും നടക്കുന്നു. ഈ വ്യത്യാസം പിന്നീട് വരാനിരിക്കുന്ന ദൈവഹൃദയത്തിനനുസരിച്ചുള്ള മനുഷ്യനായ ദാവീദിൻ്റെ വരവിനുള്ള ഒരുക്കമാണ്. ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും ഈ അധ്യായങ്ങൾ ശക്തമായ സന്ദേശം നൽകുന്നു. നാമും പലപ്പോഴും സാഹചര്യങ്ങൾ അത്യന്തം പ്രതികൂലമായി തോന്നുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇസ്രായേലിനെ പോലെ നാമും ചിലപ്പോൾ ആവശ്യമായ വിഭവങ്ങളില്ലാതെ പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടവരായി എതിരാളികളെക്കാൾ ദുർബലരായി തോന്നാം. എന്നാൽ നമ്മുടെ ആത്മവിശ്വാസം ഒരിക്കലും നമ്മുടെ വിഭവങ്ങളിലല്ല. അനേകരെ കൊണ്ടായാലും ചുരുക്കം പേരെ കൊണ്ടായാലും രക്ഷിപ്പാൻ യഹോവയ്ക്ക് കഴിയും എന്ന സത്യത്തിലാണ് നമ്മുടെ പ്രത്യാശ. അതേസമയം ശൗലിൻ്റെ അക്ഷമ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാതിരിക്കാൻ നാം ജാഗ്രത പാലിക്കണം. അനേകം വിശ്വാസികൾ ദൈവത്തെ പരസ്യമായി തള്ളിക്കളയുന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ ഏറ്റവും നല്ലത് നഷ്ടപ്പെടുത്തുന്നത്, ദൈവത്തെ കാത്തിരിക്കാൻ വിസമ്മതിക്കുന്നതിനാലാണ്. വൈകുന്ന ഉത്തരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട പ്രാർത്ഥനകളല്ല. ദൈവത്തിൻ്റെ നിശബ്ദത പലപ്പോഴും അവിടുത്തെ തികഞ്ഞ സമയത്തിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യോനാഥാൻ നമ്മെ മറ്റൊരു വലിയ സത്യം പഠിപ്പിക്കുന്നു. വിശ്വാസം നിറഞ്ഞ ഒരൊറ്റ വിശ്വാസിക്ക് പോലും ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയും. അവൻ്റെ ധൈര്യം മറ്റുള്ളവരെ യുദ്ധത്തിനായി പ്രചോദിപ്പിച്ചു. അവൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിന് വഴി തുറക്കുന്നു. എല്ലാവരും ഭയപ്പെടുമ്പോൾ ഒരാൾ ദൈവത്തെ വിശ്വസിച്ചതിനാൽ ചരിത്രം മാറിയ അനേക സന്ദർഭങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാം. അവസാനമായി ആത്മീയ നേതൃത്വം അനുസരണവും ജ്ഞാനവും ഒരുമിച്ച് ആവശ്യപ്പെടുന്നതാണെന്ന് ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൃപയില്ലാത്ത നിയമങ്ങൾ ദൈവജനത്തെ മുറിപ്പെടുത്തും. എന്നാൽ താഴ്മയോടുകൂടിയ വിശ്വാസം ജീവനും അനുഗ്രഹവും കൊണ്ടുവരും. കർത്താവ് നമ്മെ കാത്തിരിക്കാൻ ക്ഷമയും വിശ്വസിക്കാൻ ധൈര്യവും യോനാഥാനെ പോലെ ഇപ്രകാരം പ്രഖ്യാപിക്കുന്ന വിശ്വാസവും നൽകട്ടെ. അനേകരെ കൊണ്ടായാലും ചുരുക്കം പേരെ കൊണ്ടായാലും രക്ഷിപ്പാൻ യഹോവയ്ക്ക് ഒരു തടസ്സവുമില്ല. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളോട് ഞാൻ പ്രതികരിക്കുന്നത് ശൗലിനെ പോലെ ഭയത്തോടും അക്ഷമയോടും കൂടിയാണോ, അതോ യോനാഥാനെ പോലെ വിശ്വാസത്തോടും ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസത്തോടുമാണോ? ദൈവത്തിൻ്റെ സമയം ഏറ്റവും ഉത്തമമാണെന്ന് വിശ്വസിച്ച് കാര്യങ്ങൾ സ്വന്തം കൈകളിൽ എടുക്കാതെ അനുസരണയോടെ അവിടുത്തെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണോ? ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.